UAE-യിലെ ഏറ്റവും മികച്ച നോമ്പുതുറ എവിടെയായിരിക്കും? ഒരു സംശയവുമില്ല, അത് ഷെയ്ഖ് സായിദ് മോസ്കിലായിരിക്കും. ഇത്തവണയും റമളാനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബുദാബിയിലെ പ്രശസ്ത സന്ദർശന ഇടമായ ഷെയ്ഖ് സായിദ് മോസ്ക്. റമളാന് മുന്നോടിയായി തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും അധികൃതർ പൂർത്തിയാക്കി കഴിഞ്ഞു. അറബ് പാരമ്പര്യത്തിന്റെ പ്രതീകമായ പീരങ്കി വെടികൾ നോമ്പിന്റെ തുടക്കത്തിലും ഇഫ്താർ നേരമാവുമ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അബുദാബിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായി അതിവേഗം മാറിയ ഷെയ്ഖ് സായിദ് മോസ്കിൽ റമളാനിൽ വിശ്വാസികളും സന്ദർശകരുമായി വൻ തിരക്കാണ് എല്ലാ കൊല്ലവും അനുഭവപ്പെടുക. ഇഫ്താറിനും ആരാധനകൾക്കും സന്ദർശകരുടെ വൻതോതിലുള്ള ഒഴുക്ക് കൈകാര്യം ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പുകളും അധികൃതർ ഉറപ്പാക്കി കഴിഞ്ഞു. ഗ്രാൻഡ് മോസ്കിലേക്ക് എത്ര പേരെത്തിയാലും അവരെ എല്ലാം വരവേൽക്കാൻ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ സർക്കാർ, സ്വകാര്യ മേഖലകൾ, സ്ഥാപനങ്ങൾ എന്നിവയുമായി ചേർന്ന് കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രധാന ഹാളിലെ കാർപ്പറ്റ് കഴുകുക, വൃത്തിയാക്കുക, ആവശ്യമെങ്കിൽ പുതിയത് വിരിക്കുക, അതിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുക, ഡോമുകൾ വൃത്തിയാക്കുക, മാർബിളിന്റെ രൂപകൽപ്പനയും മനോഹാരിതയും സംരക്ഷിക്കുക, 41 എയർ കണ്ടീഷനിംഗ്, താപനില നിയന്ത്രണ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റുകളുടെ കൃത്യമായി പരിപാലന പ്രവർത്തനങ്ങൾ നടത്തുക, പ്രാർത്ഥനാ ഹാളുകളിൽ ആരാധകരുടെ എണ്ണം അനുസരിച്ച് വായു സഞ്ചാരവും താപനിലയും ക്രമപ്പെടുത്തുക തുടങ്ങിയവ റമളാൻ ദിനങ്ങളിൽ സ്ഥിരമായി ചെയ്തു വരുന്നുണ്ട്. പാർക്കിംഗ്, ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ രാത്രി 9 മുതൽ പുലർച്ചെ 2 വരെ 43 പരിശോധകരെയും മേൽനോട്ടക്കാരെയും ഉൾപ്പെടുത്തി ടീമുകളും വിപുലപ്പെടുത്തും. പാർക്കിംഗ് മേഖലകളിലും ടെന്റുകളിലുമുള്ള പരിശോധകരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം ആരാധനയ്ക്ക് എത്തുന്നവരും വ്രതമനുഷ്ഠിക്കുന്നവരും ഇഫ്താർ, തറാവിയ നിസ്കാര കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ടത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കും. കഴിഞ്ഞ തവണ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദിൽ റമളാനിലെ 27-ാം രാവിൽ നിസ്കാരത്തിനെത്തിയത് 70,000-ലേറെ വിശ്വാസികളാണ്. അതേസമയം ഷെയ്ഖ് സായിദ് മോസ്കിൽ രാത്രികാലങ്ങളിലും സന്ദർശനം അനുവദിച്ചിട്ടുണ്ട്.